ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരം. വാട്ട് എ മാച്ച് ആൻഡ് വാട്ട് എ ഹിസ്റ്റോറിക്കൽ വിൻ ഫോർ ഇവാൻ വുക്കോമാനോവിച്ച് ആൻഡ് ടീം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കംബാക്ക് നടത്തിയ ഒരു മത്സരം ഞാൻ കണ്ടിട്ടില്ല. 2 ഗോളുകൾക്ക് പിറകെ നിന്ന് 2 ഗോൾ തിരിച്ചടിച്ച് ഡ്രോ ആവുന്നതും 4 ഗോളുകൾക്ക് പിറകെ നിന്ന് 4 ഗോളുകൾ തിരിച്ചടിച്ച് ഡ്രോ ആവുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ 2 ഗോളുകൾക്ക് തോറ്റു നിന്നതിന് ശേഷം 4 ഗോളുകൾ തിരിച്ചടിച്ച് ആ ഒരു കളി ജയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് വരെ ചിന്തിച്ചു പോയി. ചാരമാണെന്ന് കരുതി വെറുതെ ചെകയാൻ നിൽക്കണ്ട, കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്ന ആ ഒരു ഡയലോഗാണ് മത്സരശേഷം എനിക്ക് നമ്മുടെ ആശാൻ ഇവാൻ വുക്കോമാനോവിച്ചിനെ കണ്ടപ്പോൾ തോന്നിയത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റപ്പോൾ ഈ ഒരു മനുഷ്യനെ പുറത്താക്കണമെന്ന് ആർപ്പ് വിളിച്ചവർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടായിട്ട് പറയാനുള്ളത് ഇതാണ്. വർഷങ്ങളോളം ISLന്റെ പോയിന്റ് പട്ടികയുടെ അവസാന സ്ഥാനക്കാരായി നിലകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ തച്ചു തുടച്ചെടുത്ത് മിനിക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മനുഷ്യൻ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകൻ മാത്രമാണ്. ജീവിതത്തിലായാലും ഗ്രൗണ്ടിലായാലും നമ്മുടെ മോശം സമയങ്ങളിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയായിരിക്കും നമ്മളെ പിന്നീട് മുന്നോട്ട് നയിക്കുക. കുറച്ചധികം നല്ല ഹാർഡ് കോർ ഫാൻസ് ഇന്നലെ സ്റ്റേഡിയത്തിൽ വന്ന് കളി കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ഒരു അട്ടിമറി വിജയം FC ഗോവക്കെതിരെ സ്വന്തമാക്കാൻ സാധിച്ചത്. നിങ്ങൾ തന്നെ ഒന്ന് കോമൺ സെൻസോടെ ചിന്തിച്ചു നോക്ക്. നമുക്ക് പരിക്ക് പറ്റിപ്പോയ താരങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് 1ാം സ്ഥാനത്ത് നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിർഭാഗ്യവശാൽ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകന് അദ്ദേഹം പ്ലാൻ ചെയ്ത ആ ഒരു ഫുൾ സ്ക്വാഡിനെ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതൊന്നും ഒരു തരത്തിലും ഒരു എക്സ്ക്യൂസും പറയാതെ ഉള്ള സ്ക്വാഡിനെ അദ്ദേഹം ഇവിടം വരെ എത്തിച്ചു എന്നതിലാണ് കാര്യം. നിങ്ങൾ വേണമെങ്കിൽ ISLലെ മറ്റ് ടീമുകളെ എടുത്തു നോക്കുകയോ, ഒഡീഷ FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി FC ഗോവ ഇങ്ങനെയുള്ള ടീമുകളിൽ നിന്ന് 1 or 2 കീ പ്ലേയേഴ്സ് ഇവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്ര നല്ല കോച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ അടിത്തറ തന്നെ ഇളകിപ്പോകും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിലവിലെ FC ഗോവ. അൺബീറ്റൻ റെക്കോർഡുമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന FC ഗോവക്ക് സന്ദേശ് സിംഗൻ എന്നൊരൊറ്റ കീ പ്ലെയർ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർ ആടി ഉരഞ്ഞു പോയത്. ഒരൊറ്റ കീ പ്ലെയറെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവർ ഇങ്ങനെ നമുക്കിവിടെ 5-6 കീ പ്ലേയേഴ്സിനൊക്കെയാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പോയിന്റ് പട്ടികയുടെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന് ഒരു സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. ഇനി എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റി താഴെ കമന്റ് ചെയ്യും. ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകനെ പുറത്താക്കണോ? പുറത്താക്കിയാൽ തന്നെ അതിലും മികച്ചൊരു പരിശീലകനെ ഇനി കൊണ്ടുവരാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യും. ഇനി ഇന്നലത്തെ മത്സരത്തെ പറ്റി മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ ആദ്യ പകുതിയുടെ കാര്യം അറിയാലോ, മൊത്തത്തിലൊരു ശോകപൂരിതമായിരുന്നു അവസ്ഥ. FC ഗോവയുടെ ഭാഗത്ത് നിന്ന് ഏർലി ആ 2 ഗോളുകൾ വന്നതോടെ ഓൾമോസ്റ്റ് കളി വിട്ടതുപോലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ്. മുഹമ്മദ് യാസീറിന്റെ ആ ഒരു 2ാമത്തെ ഗോളും ഗോൾ പോസ്റ്റിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രേഷനും കണ്ടപ്പോൾ തന്നെ ആരാധകർക്കും കളി കയ്യിൽ നിന്ന് പോയി എന്നൊരു പ്രതീതി തന്നെയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ ആദ്യ പകുതി പിന്നിട്ടതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇവാൻ വുക്കോമാനോവിച്ച് തന്റെ താരങ്ങളോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: നമ്മുടെ 2 സില്ലി മിസ്റ്റേക്കുകൾ കാരണം നമ്മൾ തോൽവിയെ മുഖാമുഖം ഇപ്പോൾ നേരിടുകയാണ്. ഗോവൻ ടീം ഇനി സെക്കൻഡ് ഹാഫ് മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആഫ്റ്റർ 90 മിനിറ്റ്സ് ഇനി റിസൾട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഫസ്റ്റ് ഹാഫ് നമുക്ക് മറക്കാം. ഇനിയുള്ള 45-50 മിനിറ്റ്സ് നമ്മളിവിടെ വിളിച്ചു വരുത്തി കളി കാണാൻ എത്തിയിരിക്കുന്ന ഓരോ ആരാധകന് വേണ്ടിയും കളിക്കാം. നിങ്ങളുടെ ശരീരത്തിലെ അവസാന തുള്ളി വീർപ്പ് കണികകൾ വരെ നിങ്ങളിവിടെ പൊഴിച്ചതിന് ശേഷം മാത്രമേ ഇനി കളിക്കളം വിടാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവാൻ വുക്കോമാനോവിച്ച് തൻ്റെ താരങ്ങൾക്ക് കൊടുത്തത്. കോച്ച് തന്ന ഈ ഒരു മോട്ടിവേഷനിലാണ് പിന്നീടുള്ള പകുതി ഞങ്ങൾ കളിച്ചത് എന്ന് മത്സരശേഷം ദിമിത്രിയോസ് ഡൈമന്തക്കോസ് പറയുകയുണ്ടായി. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ പോരാടാനും തിരിച്ചു വരാനും തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മെൻറ്റാലിറ്റി. എന്നാൽ ആ ഒരു തിരിച്ചുവരവിന് ഒരു സ്പാർക്ക്, ഒരു തീപ്പൊരി വേണമായിരുന്നു. ഡൈസുക്കി സക്കായുടെ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ടായിരുന്ന ആ ഒരു തീപ്പൊരി. നീ ചുമ്മാ തീപ്പെട്ടി ഉരച്ച് തന്നാൽ മതി, ആളിക്കത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന പോലെ ദിമിത്രിയോസ് ബാക്കി ജോലികൾ ഏറ്റെടുത്തു. അതിനുശേഷം കളിക്കിടയിൽ ഇവാൻ വുക്കോമാനോവിച്ച് തൻ്റെ ഒരേപോലെ ഇരിക്കുന്ന 2 ട്രംപ് കാർഡ്സ് കളിക്കളത്തിലേക്ക് ഇറക്കി വിട്ടു. ഐമനും അസറും കളിക്കളത്തിലേക്ക് വന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിന് കുറച്ചുകൂടി മൂർച്ച കൂടി. പിന്നീട് നടന്നത് മൊത്തം ചരിത്രമായിരുന്നു.
കളി ജയിച്ചു എന്ന് ഉറപ്പിച്ച FC ഗോവയുടെ പരിശീലകൻ മനോലോ മാർക്കസിന്റെ കിളി പാറിയ നിമിഷങ്ങളായിരുന്നു. പിന്നെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 ഗോളുകൾ തികച്ച ദിമി ഈ ഒരു സീസണിൽ കുറച്ച് നേരത്തെ 10 ഗോളുകൾ തികച്ച് തന്റെ ഗോൾ വേട്ട തുടരുന്നു. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറയും പോലെ ഫെഡോർ ചിർണിയുടെ ആ ഒരു ഗോൾ കൂടി വന്നപ്പോൾ FC ഗോവ തകർന്ന് തരിപ്പണമായി പോയി. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇതിലും വലിയൊരു മോട്ടിവേഷൻ ഇനി കിട്ടാനില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ ആ ഒരു തകർപ്പൻ കംബാക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ തന്നെ എന്നോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും ബൈ സ്റ്റേ.